സ്വപ്നാസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ ബ്ലോഗാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. വാഗമണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയും അതേമാതിരി വലിയ നദി എന്ന പേരുള്ള പെരിയാർ പാട്ടൊക്കെ പെരിയാറേ പെരിയാറെ പാടി ഞാൻ നശിപ്പിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ താണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് പുഴകളും മലകളും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ താണ്ടിയാണ് കേട്ടോ നമ്മുടെ ഈ യാത്ര. ആസ് യൂഷ്വൽ നമ്മൾ എല്ലാവരും ഇതേപോലെ ട്രാവലിങ്ങിൽ ഹോട്ടലിൽ കയറിയ മെജോറിറ്റി നമ്മൾ ഗീ റോസ്റ്റ് തന്നെയല്ലേ ഓർഡർ ചെയ്യാറ്. മൂവാറ്റുപുഴ എന്ന നാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഫീൽ ചെയ്തു. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ്. പിന്നെ കൈത ചക്കയുടെ ഫാം, അതൊക്കെ കാണുക തന്നെ വേണം. ഡാം നമ്മൾ എവിടെയും മലങ്കര ഡാം വെച്ചു അല്ല ഡിസ്ട്രിക്ട് ഏതാ? മൂവാറ്റുപുഴ ഡിസ്ട്രിക്ട് അല്ല, സോറി. പിന്നെ ഡാം ആസ് യൂഷ്വൽ വളരെ വലിയ ഡാമാണ്. പിന്നെ കുറച്ച് ഫാറിലേക്ക് നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല. കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. പിന്നെ പോണ വഴിയിൽ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും വാഗമണ്ണിൻ്റെ മല കയറുകയാണ്. അപ്പോൾ കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. നമ്മുടെ ട്രാവലർ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഈ സൈറ്റ് സീയിങ് കാണാനുള്ള, അതായത് വ്യൂ പോയിന്റ് കാണാനുള്ളത്, ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മൾ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മനോഹരമായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയിൽ കാണാം. നല്ല തിരക്കാട്ടോ അതിൻ്റെ ഉള്ളിൽ. വാഗമണ്ണിൽ ഒരു ഫുഡ് പോലും നമുക്ക് റെസ്റ്റോറൻറ്റിലെല്ലാം തിരക്കില്ല. സ്ഥലം വാഗമണ്ണിലെ പൈൻവില്ലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. നമ്മൾ കയറി വരുമ്പോൾ വളരെയധികം ചൂടും വെയിലും ഒക്കെ ഭയങ്കരമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഭയങ്കര തണവാണ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർഫാൾസ് ഓൽഗ റിസോർട്ടിൻ്റെ അടുത്താണ് ഈ സ്ഥലം. കുരിശുമലയ്ക്ക് അടുത്തായിട്ട് വരും. വളരെ യാത്ര ചെയ്തിട്ട് വേണം നമ്മളിവിടേക്ക് എത്താൻ. ഇത് ഈ ഫാൾസ്, ഹൂപ്പ് വാട്ടർഫാൾസ് എന്നുള്ള വെള്ളം അപ്പുറത്തേക്കും പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ റോഡല്ലേ നടുക്ക് കാണുന്നത്, പക്ഷെ അപ്പുറത്ത് വെള്ളമുണ്ട്. അതാണ് ഞാൻ ചിന്തിക്കണത്. ഇത് നോക്കുന്നുണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ മുമ്പ് കാണിച്ചു തരാം. അത് അപ്പുറത്തെ റോട്ടിൽ. ഇന്നത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ഓൽഗ റിസോർട്ടിലേക്കുള്ള വഴിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ അമ്മായി ചതിച്ചതെന്ന് നമ്മളെ. ശരിക്കും നല്ലൊരു വഴിയുണ്ട്, വലിയ കുഴപ്പമില്ലാത്തൊരു വഴിയുണ്ട്. പക്ഷെ അതുകൂടെ അല്ല ഈ വണ്ടി പോണത്. വണ്ടി നമ്മൾ ഈ ഇതനുസരിച്ചാണല്ലോ പോണത്, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണല്ലോ പോണത്. അങ്ങനെ എത്തിപ്പെടുന്നത് വളരെ ദുർഘടമായൊരു റോട്ടിൽ കൂടിയാണ് പോയത്. ഓഫ് റോഡെന്ന് തന്നെ പറയാം. അതും അറിയാമല്ലോ, ഇത്രയും ഹൈറ്റ്സിലേക്ക് വണ്ടി എത്താമെന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. അതായിരുന്നു ഏറ്റവും വലിയ ശ്രമകരമായ കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഭയാനകമായൊരു തന്നെയായിരുന്നു. പിന്നെ ഈശ്വരാനുഗ്രഹം എന്ന് പറയാം, നമ്മൾ വളരെ സേഫായിട്ട് നമ്മളവിടെ എത്തി. ഞാനിപ്പോൾ വാഗമണ്ണിലുള്ള ഓൽഗ റിസോർട്ടിലാണ് നിൽക്കുന്നത്. സൂപ്പർ സംഭവമാണ്. ഒരു വലിയ മലയുടെ മേലെയാണ് നിൽക്കുന്നത്. 8 മലകൾ താണ്ടിയാണ് വാഗമണ്ണിലേക്ക് പോകണമെങ്കിൽ ബൈക്കേഴ്സ്. ഓ മൈ ഗോഡ്. വാഗമണ്ണിലേക്ക് വരുന്നതിന് മുന്നുള്ള എൻ്റെ ചിന്തയല്ല കേട്ടോ, വാഗമണ്ണ് കണ്ടതിന് ശേഷമുള്ള ചിന്ത. സ്കോട്ട്ലാൻഡ് ഓഫ് ഏഷ്യ എന്നും കൂടെ പേരുണ്ട്. ഇതൊന്നും ഞാനിട്ട പേരല്ല കേട്ടോ, ഇതൊക്കെ ഉള്ള പേരുകളാണ്. ഹിൽ സ്റ്റേഷൻ വന്നിട്ട് ഇടുക്കി കോട്ടയം ബോർഡറിൽ കേരളയിൽ സ്ഥിതി ചെയ്യുന്നത്. ആൾട്ടിറ്റ്യൂഡ് ഓഫ് 1100 മീറ്റർ ആണെന്നാണ് പറയുന്നത്. ഒരു കൂൾ ക്ലൈമറ്റ് ആണ്. 10 തൊട്ട് 23 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ റേഞ്ച് പറയണത്. ഫീച്ചേഴ്സ് പറയണതെന്ന് വെച്ചാൽ മെഡോസും പൈൻ ഫോറസ്റ്റും ടീ എസ്റ്റേറ്റും അതൊക്കെയാണ് മേജർ അട്രാക്ഷൻ. അതുപോലെ കുരിശുമല, അതൊക്കെ മേജർ അട്രാക്ഷനിൽ പെടുന്ന സ്ഥലങ്ങളാണ്. പിന്നെയും കുറേ ഹിഡൻ സ്പോട്ട്സുകളുണ്ട്. അത് ഈ ട്രക്കിങ്ങും അതുപോലെ ഈ മൗണ്ടനറിങ്ങും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെയധികം ഫൈനായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഞാനിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള റിസോർട്ടാണ്. വൺ വ്യൂ ഒക്കെയാണ്. പക്ഷേ ഒറ്റ കുഴപ്പങ്ങളേ ഉള്ളൂ. ഫുഡ് കുറച്ച് ഡിലേ, ഫുഡുകളുടെ ടേസ്റ്റിന് പക്ഷേ ഡിലേഡാണ്. പിന്നെ അതേമാതിരി വാട്ടർ സർവീസ് ഭയങ്കര മോശമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയത്. ബാക്കിയെല്ലാം കൊണ്ട് എല്ലാ സെറ്റപ്പും ഓക്കെ. റിസപ്ഷനിൽ ഫോൺ വിളിച്ചാൽ ഭയങ്കര ഡിലേ ആണ്, റെസ്പോൺസും ഭയങ്കര ഡിലേ ആണ്. വാട്ടർ സർവീസാണ് മെയിനായിട്ടുള്ളത്. ഭയങ്കര മോശമായിട്ടുള്ളൊരു
ഒരു റെസ്പോൺസാണ് പറഞ്ഞത്. ഇനി ഞാൻ ബാക്കി വഴിയെ പറയും. നെക്സ്റ്റ് ഡേ മോർണിംഗിലുള്ള ഫുഡൊക്കെ സൂപ്പർ ഫുഡായിരുന്നു. ടേസ്റ്റ് വൈസ് ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷെ ആ ഡിലേ ആണ് ഒരു പ്രശ്നം. പിന്നെ വാട്ടർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ മെൻഷൻ ചെയ്യാമായിരുന്നു, കാരണം അതൊരു ഒബ്വിയസ് റീസൺ അല്ലേ. പിന്നെ അതേമാതിരി ഈ വഴി വേറൊരു വഴിയുണ്ട് ആക്ച്വലി, അതിലൂടെയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അത് അവർ പറയുന്നുണ്ടായിരുന്നു, ഇത് മധുര വരെ പോകും ഈ റോഡ്. അവിടുത്തെ തമിഴ്നാട് ഗവൺമെൻറ് കൂടെ സഹകരിച്ചിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കുന്നത്. നല്ല റോഡാണ്. ഇപ്പോൾ ഇതാണ് തങ്ങൾപ്പാറ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ മേലേക്കൊന്നും കയറിയിട്ടില്ല, അടിയിൽ നിന്നുള്ള വ്യൂ ഇത്രയും ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇറങ്ങാണ് താഴേക്ക്. അപ്പോൾ പോണ വഴിയിലെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ആണ് കേട്ടോ. വാഗമൺ എന്ന് പറയുന്ന സ്ഥലം വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന അതിൽ നിന്നും ഒരു ഓപ്പോസിറ്റാണ് എൻ്റെ റിയാക്ഷൻ ആയിരുന്നത്. അത്രയും നാളെ ഞാൻ വിചാരിച്ചിരുന്നത് പോലുമല്ല വാഗമണ്ണിൽ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ. ഇവിടെ ഒരുപാട് കാണാനുണ്ടോ കളിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഒരു ഹെവണിൽ വന്ന് എത്തിപ്പെട്ട മാതിരി നമുക്ക് ഫീൽ ചെയ്യും. ടീ എസ്റ്റേറ്റുകളും ഞാൻ പറഞ്ഞില്ലേ, ആ ഓൽഗയിൽ നിന്നുള്ള വ്യൂ അതിനൊരു 100% തന്നെ കൊടുക്കണം. അത്രയും ഹയസ്റ്റ് പോയിൻ്റാണ്. പിന്നെയും ഡെവലപ്മെൻറ്റ്സ് നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോയത് ഒരു ലീവിലാണ്, വെക്കേഷനിലാണ്. സൺഡേ ആൻഡ് മൺഡേ ആയിരുന്നു. അതുപോലും തിരക്കായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരിക്കില്ല. പീക്ക് ടൈമുകളായിരിക്കും, അല്ലെങ്കിൽ വെക്കേഷൻ സ്കൂൾ ഹോളിഡേയ്സ് ടൈമിലായിരിക്കും ആ തിരക്കൊക്കെ വരാൻ പോണത്. അപ്പോൾ നമ്മൾ വാഗമൺ മെഡോസിലേക്ക് പോവാണ്. നമുക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 AM to 5:45 PM വരെ ഉണ്ട് കേട്ടോ സമയം. എക്സിറ്റ് 6 മണിക്കാണ്. ടിക്കറ്റിൻ്റെ വില ഞങ്ങൾക്ക് അറിയില്ല. ടിക്കറ്റിൻ്റെ വില വാഗമൺ മുട്ടക്കുന്ന്. ഇതാണ് വാഗമൺ മെഡോസ് എന്ന് പറഞ്ഞാൽ വാഗമൺ മുട്ടക്കുന്നാണ് കേട്ടോ. വെട്ടോന്ന് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അതാണ് അമ്മ പറഞ്ഞ അമ്മ പോണപ്പോ. വാഗമണ്ണിലേക്ക് കുറെ സ്പെഷ്യൽ പ്ലേസസ് ഉണ്ട്. അവിടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കുറെ ഹിഡൻ പ്ലേസസിൽ കുറെ ജമ്മുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ജമ്മ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി വൈഡൂര്യോ കമ്മലൊന്നും അല്ല കേട്ടോ. അത് ഹിഡൻ സ്പോട്ടുകളാണ്. അപ്പൊ അങ്ങനെ തേടി പിടിച്ച് വന്നപ്പോഴാണ് അതേ കിടക്കുന്ന ഇവിടെ ഒരു ഹിഡൻ സ്പോട്ടിൽ വേറൊരാൾ. ബോട്ടിംഗ് ഉണ്ട്. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പ്ലേസ് ആണിത്. എടുക്കാൻ വാഗമൺ ടൗൺ നിറച്ച് ഇതുകളുണ്ട്, റൂംസ് ഉണ്ട് ഇവിടെ, വയലമറ്റി ഉണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ജീപ്പ് വിളിച്ചിട്ടൊന്നും അങ്ങനെ പോണത് അല്ലേ, സ്ഥലങ്ങൾ കാണാൻ. രജുവാ ഇവിടെ വന്നിട്ട് റൂം എടുത്തിട്ട് ഇവിടെ നിന്ന് ജീപ്പ് വിളിച്ചിട്ട് ആൾക്കാര് കാണാൻ പോണത്. അപ്പൊ കറക്റ്റ് ആയിരിക്കും കാര്യങ്ങൾ. ശരി. ഇവിടെ വെള്ളം ഉണ്ടോ? അടിവാരല്ലേ? നിറച്ച് ഹോട്ടലുകളുണ്ട് ഇവിടെ, ബേക്കറികളും. നല്ല അത്യാവശ്യം തെറ്റില്ലാത്ത വലിയ പട്ടണം തന്നെയല്ലേ. ഇതാണ് ലേക്ക്. ഇതെന്താ പേരെന്തോ ഗാർഡൻ. നിൽക്കുന്നത് ഇതൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 100% ആണ്. നിങ്ങൾ കൂട്ടിക്കോളിൻ കുട്ടികളെ. വെള്ളം ഇങ്ങോട്ട് ഇവിടെ നിന്നുള്ള വെള്ളം ഇടും, മഴവെള്ളമൊക്കെ ഇങ്ങോട്ടും നനയ്ക്കാനൊക്കെ അല്ലേ. അവിടെ പേടിച്ചു പറയണ്ടായിരുന്നു. പേടിച്ചെന്നുകൊണ്ട് പറയണ്ടായിരുന്നു. ലേക്ക് ടീ എസ്റ്റേറ്റിലാണ്. അവിടെ ഇങ്ങനെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നല്ല സുഖമുള്ള യാത്ര. ആമ്പൽക്കുളങ്ങളുണ്ട് പിന്നിൽ. നല്ല ബ്യൂട്ടിഫുൾ സീനറിയാണ്. നിങ്ങൾ വാഗമണ്ണിൽ വരുന്നെങ്കിൽ ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാഴ്ചയായിരുന്നു. അയ്യമ്മേ, ഇതെവിടേക്കാ വളയുന്നത്? ഇതാണ് ലേക്ക് ടീ എസ്റ്റേറ്റ് ആണ് അല്ലേ. ലേക്ക് ടീ എസ്റ്റേറ്റ് ആണ്. നല്ല സുഖമായിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് 24/7 ഒന്ന് മൂവിയില്ലേ നിഖില വിമൽ അഭിനയിച്ച ഒരു വീടാണ്. അങ്ങനെ തന്നെയല്ലേ പറയാതെ. അപ്പോൾ അതാണ് ഈ വീട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നല്ല വെക്കേഷൻ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ അടിച്ചു പൊളിക്കാം. പ്രത്യേകിച്ച് ഇതേപോലത്തെ കുട്ടികളുടെ വെക്കേഷൻ സമയത്തൊക്കെ ആണെങ്കിൽ നൈസ് വ്യൂ, വെരി ബ്യൂട്ടിഫുൾ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടാറ്റി. ഈ വീട് കാണുന്ന ഈ സ്ഥലത്ത് നമ്മൾ വിട്ടു പോകാൻ തന്നെ നമുക്ക് തോന്നില്ല. പക്ഷെ എന്താ ചെയ്യാനാ, ആസ് പോസിബിൾ നമുക്ക് എന്ത് ചെയ്യാൻ
എനിക്ക് കൊണ്ടുപോകാൻ മസാല പാക്കറ്റ്. പിന്നെ ഞാൻ ഇതെടുത്തുണ്ട് കാടമം ടീ, പിന്നെ ജിഞ്ചർ ടീ അങ്ങനെ എടുത്തുണ്ട്. ഇത് മലനാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ടീ ആണ്. സൂപ്പർ ടീ ആയിരുന്നു കേട്ടോ. ഫിഷ് പീര, ഫിഷ് കറി, പരിപ്പം, രസം, മോരൊക്കെയാണ് കേട്ടോ. VR റെസ്റ്റോറൻറ്റ് നമ്മൾ ഊണ് കഴിച്ചത്. ചോക്ലേറ്റ് ഫാക്ടറി ബേക്കറി, ഇതിലൊന്ന് കയറാം. പിന്നെ ആ ഷോപ്പിൽ കയറി കഴിഞ്ഞ് ഇത് കളർഫുള്ളായിട്ടുള്ള കണ്ണിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, കണ്ണം പിന്നെ നോക്കാണ്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞ പോലെ. ഇപ്പം ഞങ്ങൾ മൂവാറ്റുപുഴ ഭാഗത്തുകൂടെ പോകുമ്പോൾ അവിടെ ഒരു കൈത ചക്കയുടെ ഒരു ഷോപ്പ്, നിറച്ച് കൈത ചക്കയാണ്. അപ്പോൾ ഞങ്ങൾ കൈതച്ചക്ക അതൊരു രക്ഷയില്ല. നിങ്ങൾ ആ വഴിക്കൂടെ പോകുന്നുണ്ടെങ്കിൽ കൈതച്ചക്ക എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ, മസ്റ്റ് ട്രൈ ചെയ്യണം. ഒരു രക്ഷയില്ല. ഈ കൈതച്ചക്കയും അബിയും ഇതൊക്കെ വാങ്ങിയിട്ടായിരുന്നു ഞങ്ങളുടെ തിരിച്ചു പോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒന്ന് തരിക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.